നമുക്കിനി എറണാകുളത്തേക്കൊന്ന് പോകാം. എറണാകുളത്ത് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദിത്യൻ ഓമനക്കുട്ടനാണ് അവിടെ നിന്ന് ചേരുന്നത്. ആദിത്യൻ, ഗുഡ് മോർണിംഗ്. നിൽക്കുന്നിടത്ത് മഴയുണ്ടോ? യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സാഹചര്യമൊക്കെ ആദിത്യൻ നമ്മളോട് പറഞ്ഞു തന്നതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? പൂജ, എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ ദിവസമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇതേ സമയം പുലർച്ചെ ആരംഭിച്ച മഴ എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂരാണ്. ഇവിടെ മഴയുടെ സാഹചര്യമില്ല. പുലർച്ചെ പെയ്ത മഴ കുറച്ചു നേരം നീണ്ടു നിന്നെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും സമാനമായ രീതി തന്നെയാണ്. പുലർച്ചെ മഴ കുറച്ചു നേരം തുടർന്നെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. പൂജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഞാൻ ഇന്നലെ പോയി റിപ്പോർട്ട് ചെയ്ത കോതമംഗലത്തായാലും അതുപോലെ തന്നെ കോലഞ്ചേരിയിലായാലും മണ്ണിടിച്ചിൽ ഭീഷണി വ്യാപകമായുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മലയോര മേഖലയിൽ ഇന്നലെ കോതമംഗലം കോട്ടപ്പടിയിൽ മഴവെള്ളത്തോടൊപ്പം ഒരു രാജവെമ്പാല പാഞ്ഞു വന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ട്. ഈ മലയോര മേഖലയിൽ വെള്ളം പൊങ്ങി വരുമ്പോൾ അതോടൊപ്പം ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ, ജീവികൾ വരുമോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. എന്തായാലും അതും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എറണാകുളം ജില്ലയിൽ അംഗനവാടികൾ, സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. ഇന്നലെ ചെല്ലാനത്ത് വെള്ളം കയറിയിരുന്നു. ചെല്ലാനം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയിരുന്നു. അതും കടലാക്രമണത്തിൻ്റെ ഒരു ഭീഷണി കൂടി ഉണ്ടായതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ കടൽ രൂക്ഷമാകുന്നുണ്ട് വിവിധ മേഖലകളിലായി. ചെല്ലാനത്ത് മാത്രമല്ല, നായരമ്പലത്ത്, ചെല്ലാനത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ ഈ പറവൂരിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ കടൽ കയറുന്ന ഒരു ഭീഷണിയുണ്ട്. അവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെല്ലാനത്ത് വളരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വീടുകളിൽ വെള്ളം ഉയർന്നിരുന്നു. അവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട്, സാവധാനം ഇറങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ ഈ വീട്ടിലേക്ക് കയറിയ ചെളികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ പെയ്ത ഒരു മഴയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വേനൽ മഴയിലൊക്കെ കൊച്ചി നഗരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. മാത്രമല്ല, ഒരു 2 മണിക്കൂറൊക്കെ തുടർച്ചയായി മഴ പെയ്താൽ മാത്രമാണ് കൊച്ചി നഗരത്തിൽ വെള്ളം കയറുന്നത്. എന്തായാലും അങ്ങനെ ഒരു മഴ ഈ ദിവസങ്ങളിലൊന്നും പെയ്ത് കണ്ടില്ല. കാരണം ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത്. ഒരു ദിവസം തന്നെ പല മഴ പെയ്യുമെങ്കിലും അത് പലപ്പോഴായാണ് പെയ്യുന്നത്, തുടർച്ചയായി പെയ്യുന്നില്ല എന്നുള്ളതൊരു ആശ്വാസമാണ്. അത് മാത്രമല്ല, അങ്ങനെ പെയ്താൽ തന്നെയും നേരിയ തോതിൽ ഉയർന്നു പോകുന്ന വെള്ളം കൊച്ചി നഗരത്തിൽ ഇറങ്ങി പോകുന്നുമുണ്ട്. ബ്രേക്ക് ത്രൂ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളുണ്ട്. ഇടവിട്ടുള്ള മഴയായിരിക്കും. എറണാകുളം ജില്ലയിലെ സാഹചര്യമാണ് ആദ്യത്തിന് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കോലഞ്ചേരിയിലും കോതമംഗലത്തുമൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ജില്ലയിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയൊക്കെ ജനങ്ങളും തുടരണം.